മുഖ്യമന്ത്രി തർക്കം നടന്ന കർണാടകയിൽ അധികാരമാറ്റം ഉറപ്പായി. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ച ഹൈക്കമാൻഡ്. നേതൃത്വം സിദ്ധരാമയ്യെ ഇക്കാര്യം അറിയിച്ചു. നാളെയോ മറ്റന്നാളോ സിദ്ധരാമയ്യ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. ചർച്ചകൾക്ക് ശേഷം ബംഗളൂരുവിലേക്ക് മടങ്ങിയ സിദ്ധരാമയ്യെ ഒരിക്കൽ കൂടി ദില്ലിക്ക് വിളിപ്പിക്കും. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് DK ശിവകുമാർ എത്തുന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അതിലൊരു തീരുമാനം, ഒടുവിലൊരു പരിഹാരത്തിലേക്ക് എത്തുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനം ഏകകണ്ഠമായി എടുത്തതോടെ അത് അനുസരിക്കാൻ സിദ്ധരാമയ്യ തീരുമാനിക്കുന്നു. പക്ഷേ സമയം ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെയോ മറ്റന്നാളോ ആ തീരുമാനം രാജിവെക്കും. അപ്പോഴും DK ശിവകുമാറിന്റെ കാര്യത്തിൽ എന്താണ് സസ്പെൻസ്? മാസങ്ങളോളം നീണ്ട ചർച്ചയാണ് കർണാടക മുഖ്യമന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. അതിലൊരു അന്തിമഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സിദ്ധരാമയ്യ രാജിവെക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. ഇന്നലെ മാരത്തോൺ ചർച്ചകളാണ് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ദില്ലിയിൽ രണ്ട് നേതാക്കളുമായും നടത്തിയത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായും മണിക്കൂറുകൾ നീണ്ട ചർച്ച ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും നടത്തിയിരുന്നു. അതിന്റെ അവസാനമായിട്ടാണ് സിദ്ധരാമയ്യയുടെ രാജിവെക്കാൻ വേണ്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ടായത്. അപ്പോൾ നാളെയോ മറ്റന്നാളോ രാജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പകരം മുഖ്യമന്ത്രിയായി DK ശിവകുമാർ തന്നെ വരുമെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. മറിച്ച് ഒരുപക്ഷേ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആ സ്ഥാനത്തേക്ക് പോയേക്കാം, അങ്ങനെ ഒരു ഫോർമുല കൊണ്ടുവന്നേക്കാം എന്ന രൂപത്തിലുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേർക്കും താല്പര്യമുള്ള മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോഴും DK ശിവകുമാറിന് ഈ ചർച്ചകളിൽ പരിപൂർണ്ണ സംതൃപ്തി ഇല്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയായി അടുത്തത് ആരെങ്കിലും പുതിയ ഒരാൾ വരും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. സിദ്ധരാമയ്യ നാളെയോ മറ്റന്നാളോ രാജിവെക്കും എന്നാണ് വിവരം. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.